ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേ വ്ലോഗ്സ്. അപ്പോൾ കുറേ ആയിട്ടോ ഞാൻ വിചാരിക്കുന്ന ഒരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്നേ. അപ്പോൾ അതാ സമയം 4:05. ബേബിക്കുട്ടി ഒരു 4:40 കഴിയൂട്ടോ എത്താൻ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പണികളുണ്ട് എനിക്ക്, അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഹായ് ഹായ് വേദു വാ. അമ്മ അപ്പോൾ ഇവിടെ കിടക്കുകയാണ് കേട്ടോ ഗൈസ്, കാരണം നല്ല വെയിലാണ്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുള്ളൂ അമ്മ. അതുവരെ അമ്മ മൊബൈൽ നോക്കി കിടക്കും. ജിന്നെ വരൂ, നമുക്ക് പോവാം വാ. അപ്പോൾ ഗൈസ് കണ്ട 4 മണി എന്നൊക്കെ പറഞ്ഞാൽ വെയിൽ എന്ന് പറഞ്ഞാൽ അത്രയും വെയിലാണ് കേട്ടോ. ഒരു 5:30-6 മണി ആവണം ഇപ്പോഴത്തെ വെയിൽ പോവാൻ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ തുണികൾ മടക്കി വയ്ക്കുക. അപ്പോൾ അതാ ഇവൻ്റെ പണി കേട്ടോ. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയുധം എടുക്കും, അവൻ്റെ കുതിര. ഡാ ഇറങ്ങാറായിട്ടില്ല, ഇപ്പം വെയിലാണേ, പറഞ്ഞാൽ കേൾക്കില്ല. ഇങ്ങോട്ട് ഒട്ട വെയിലത്ത് സ്കൂൾ കുട്ടികളെനൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ. വാ എൻ്റെ കൂടെ വന്നാ തുണികൾ എടുക്കാൻ ഒരു സഹായമാവുമല്ലോ. അവനെപ്പോഴും ഈ കുതിരയിൽ കളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്നാൽ തുണികളൊക്കെ ഒന്ന് എടുക്കട്ടെ, അതെപ്പോഴും എൻ്റെ ഡ്യൂട്ടിയാണ്. അമ്മ ദാ ഈ റൂമിലോട്ടോ കിടക്കുന്നത്. JCB വേദു, JCB ഹായ് പറ. ആണ്ടോ, നിങ്ങൾക്കറിയാലോ JCB അവൻ്റെ ജീവനാണ്. അപ്പോൾ തുണികളൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വയ്ക്കും, ഇതിനെക്കാട്ടിലും നേരത്തെ എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകി. തുണികൾ മടക്കി വയ്ക്കുക, അടിച്ചു വാരുക, പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോറി വയ്ക്കുക, അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചിട്ട് കാണാം കേട്ടോ. കാണുന്നത് ഈ തോർത്താണ് കേട്ടോ. ഈ തോർത്തിന് വേണ്ടിയിട്ടാണ് അവൻ ദേതു പറഞ്ഞ അടുത്തോ. ഈ തോർത്ത് അച്ഛൻ കൊണ്ടുവന്നതാണ്. എന്നാടാ അടുത്തോ എത്തണ്ടോക്ക്. ഒന്നും കൂടി പറ്റും, യു ക്യാൻ. ഞാനിപ്പോൾ നിലത്തിടും, പൊക്ക്. ഈ തോർത്ത് അച്ഛൻ കൊണ്ടുവന്നതാണ് ബേബിക്ക് പറഞ്ഞിട്ട്. ഇപ്പം എന്താ ഉണ്ടായി വെച്ചാൽ വേദുവിനും ഈ തോർത്ത് വേണമെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തോർത്തിന് വേണ്ടി ഇവിടെ ഭയങ്കര പ്രശ്നമായി. എന്നിട്ട് അച്ഛൻ എന്താ ചെയ്ത് വെച്ചാൽ അതേപോലത്തെ ഒരു തോർത്ത് വീണ്ടും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ 2 പേർക്കും ഒരേ തോർത്തായി അല്ലേ വേദുവാ? ഭീകരനാണ് അവൻ. ബാ. അപ്പോൾ തുണികളൊക്കെ എടുത്തുട്ടോ ഗൈസ് ഞാൻ. അപ്പോൾ തുണികളൊക്കെ ഞാൻ അതാ ഓരോരുത്തരുടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. അപ്പോൾ വേദു ഇത് അവിടെ ഭയങ്കര കളിയാണേ. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ കറ്റാർ വാഴ വെറുതെ ഫോട്ടോ എടുത്തു കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ വീടിരിക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ലേ. ഈ ടൈം എന്ന് പറയുന്നത് ബേബി വരണേൻ്റെ ഒരു 10-20 മിനിറ്റ് മുന്നേ അവൻ്റെ ഒരു കളി പ്ലേ ടൈമാണ്. അവനിങ്ങനെ അവൻ്റേതായ ലോകമാണ് അവൻ ഇങ്ങനെ കാണിക്കുന്നത്. കുറേ മണ്ണിൽ കളിക്കും, JCB കൊണ്ട് മണ്ണ് മാന്തും അങ്ങനെയൊക്കെ. അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടീനെ കണ്ടപ്പോൾ അവൻ ഉണ്ണി പോയി എന്നാട്ടോ പറയാം. അവൻ ഏതൊരു കുട്ടീനെ ഉണ്ണി എന്നാട്ടോ വിളിക്കുക. ആരെ അവൻ ആകെ ചേച്ചി എന്ന് വിളിക്കുന്ന വളേനെയാണ്. അവനെക്കാട്ടിലും ഒത്തിരി മൂത്ത കുട്ടികളെയും താഴെയുള്ള കുട്ടികളെയും ഒക്കെ അവൻ ഉണ്ണി എന്നാണ് വിളിക്കുക. അപ്പം അമ്മ ചായ ഉണ്ടാക്കിയിട്ട് വേദൂരെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ എക്സ്പ്രഷനാണ് ടേസ്റ്റി, ഭയങ്കര സ്വാദുണ്ട് കേട്ടോ പറയണത്. എന്ത് കിട്ടിയാലും എൻ്റെ പുത്രന് നല്ല ഇഷ്ടമാണ്, ടേസ്റ്റി ആണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ആ തെങ്ങിൽ 2 പട്ട വീഴാറായിട്ടിരിക്കുക ഗൈസ്. ഞങ്ങൾ എപ്പോൾ നിൽക്കുമ്പോഴും ഞങ്ങൾ പേടിച്ചിട്ടാണ് നിൽക്കുക. എന്നാവോ വീഴുക. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ഇടിച്ചക്കയാണ് കേട്ടോ. ഇത് മറ്റേ പഴപ്ലാവാണ്. പഴുത്ത് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്ത സാധനമാണ്. അപ്പോൾ ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നിങ്ങളുടെ അവിടെ ഇടിച്ചക്ക ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇടിച്ചക്ക ഇഷ്ടമുള്ളവർ ആരൊക്കെയാണെന്നൊന്നൊക്കെ കമൻറ്റ് ചെയ്യും. ഞങ്ങൾക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് കേട്ടോ ഇടിച്ചക്ക. ഉപ്പേരി, ഇടിച്ചക്ക, സാമ്പാർ. ഇവൾക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നല്ലത് പിടിക്കില്ലല്ലോ ആർക്കും. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. അതെ, നല്ലത് വായിക്ക് പിടിക്കില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലി ഉണ്ടല്ലോ. വേദുവിനെ അടക്കം ഇഷ്ടമാണ് കേട്ടോ. വേദു പിന്നെ എല്ലാ വെജിറ്റബിൾസും ഒക്കെ കഴിക്കും കേട്ടോ. ബേബിക്കുട്ടി അങ്ങനെയല്ല, അവളങ്ങനെ ഒരു വെജിറ്റബിൾസും കഴിക്കില്ല. അപ്പം ഞാൻ വേദു ചേച്ചി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഓടി വരികയാണ് കേട്ടോ. ആ സ്നേഹപ്രകടനം കാണണം നിങ്ങൾ. ഓടി വരികയാണ്. അതാ ചേച്ചിയുടെ ബസ് വരണോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അതാ വരുന്നു കേട്ടോ. അപ്പോൾ ആ എക്സ്പ്രഷനൊക്കെ കാണണം നിങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞാൻ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കണത് എന്താ വെച്ചാൽ എന്തൊക്കെയോ പറയണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഇവിടുന്നും വണ്ടികളുടെ സൗണ്ടും അതൊക്കെ കാരണമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു, പിന്നെ അവൾ വന്നപ്പോൾ പറയായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, അവരുടെ ബസ്സിൽ. ആ ചേച്ചിക്ക് ഇവനെ ഭയങ്കര കാര്യമാണ്. എന്താ പറയുക, എന്നും ടാറ്റയും ഫ്ലൈങ് കിസ്സും
ഒക്കെ കൊടുക്കുകയും എന്നും. അപ്പം ഇന്ന് രാവിലെ കണ്ടില്ല, അപ്പോൾ ചോദിച്ചു എന്നോട് മോൻ എവിടെയെന്ന്. അത് വൈകുന്നേരം കണ്ടു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തിക്കണത് നോക്കണം. അപ്പോൾ അവൾ ആർക്കൊക്കെ ടാറ്റ കൊടുക്കണ്ടേ, ഡെയിലി ഉള്ള പരിപാടിയാണ്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞൊന്നൊരു ഈവനിങ് റുട്ടീൻ എടുക്കുക പറഞ്ഞപ്പോഴാണ് ആ മുഖത്തുള്ള ഈ സ്ഥായി ഭാവം. പിന്നെ ഉണ്ടായത് എന്താ വെച്ചാൽ അവൾ വന്നു കുറച്ച് ഞങ്ങൾ എന്നിട്ട് അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ അവൻ വരുന്നില്ല. അവൻ എന്താ ഇതറിയതാ അവിടെ അങ്ങോട്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇതാ അവിടെ 10-15 മിനിറ്റ് ഇരുന്നുണ്ടാവുമോ, ഇത്ര ഉണ്ടാവും അറിയില്ല, അത്ര മിനിറ്റ് അവിടെ ഇരുന്ന് അങ്ങോട്ട് ഇരിക്കണ്ട. എന്താ ഇപ്പം ഇത് വല്ല സമരത്തിന് പോലും നിരാഹാരത്തിന് പോലും ആൾക്കാരിങ്ങനെ ഇരിക്കില്ല. അപ്പോൾ ഇവള് പറയുക അപ്പം ഇവള് പറയുക എൻ്റെ അല്ലേ വീഡിയോ എടുക്കണം, അപ്പം എൻ്റെ എടുക്കുക, അവ അവിടെ ഇരുന്നോട്ടേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നടക്കില്ലല്ലോ, കാരണം നായ്ക്കൾ വരും, വണ്ടികൾ വരും, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ഇതാ. അപ്പോൾ അവൾ ഏഷ്യനെ കൂട്ടാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പം അവൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അവൻ വന്നോളും പറഞ്ഞു. അപ്പോൾ അമ്മ വടുക്കുറത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നായ വരും പറഞ്ഞപ്പോൾ അവൻ പിന്നെ ഓടി വന്നു കേട്ടോ. പിന്നെ അവൾ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് ക്ഷീണിച്ചിട്ടാണല്ലോ വരിക. ഭയങ്കര ചൂടുകാരല്ല ഗൈസ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് ചൂടിൻ്റെ കാഠിന്യമൊക്കെ ഏറി വരികയാണ്. ഞങ്ങളിതാ പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ അവളുടെ ഷൂ ഊരി വയ്ക്കും. അവൻ്റെ ചെരുപ്പ് ഇതങ്ങനെ എറിഞ്ഞു പറത്തി വിട്ടിട്ട് പട്ടക്കം പൊട്ടിക്കണ പോലെ അങ്ങോട്ട് പറത്തി വിട്ടിക്കുക. പിന്നെ അവൾ വന്നാൽ ഓരോ കാര്യങ്ങൾ ചെയ്യും, യൂണിഫോമൊക്കെ ഊരി കാര്യങ്ങളൊക്കെ ചെയ്ത് മേല് കഴുകി വരും കേട്ടോ. അപ്പോൾ അവൾക്ക് സ്കൂളിൽ നിന്ന് കൊടുത്തതാണിത്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലും വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അടുത്ത അക്കാഡമിക് ഇയറിൻ്റെ കാര്യങ്ങൾ സ്കൂൾ പൂട്ടുന്നത് എന്നാന്നും സ്കൂൾ 2-ാം തീയതി തുറക്കും, ഫീസിൻ്റെ കാര്യങ്ങൾ, പിന്നെ വേറെ തന്നെ യൂണിഫോമും ബുക്സും ഒക്കെ വാങ്ങേണ്ട ഡേറ്റ്. ഇനി ഇവള് 4-ാം ക്ലാസ്സിലേക്ക് ആണല്ലോ, ഏപ്രിൽ 23-നാണ് വാങ്ങേണ്ടത്. പിന്നെ ഓൾ ക്ലാസ് ഏപ്രിൽ 30-ന് വാങ്ങാം എല്ലാ ക്ലാസ്സിലും. പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് ഏപ്രിൽ 8-ാം തീയതി വരും. അതൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതിൽ 8-ാം തീയതി അവിടെ പോയി വാങ്ങേണ്ടി വരും. അറിയില്ല എനിക്ക് എങ്ങനെയാണെന്നൊന്നും, അങ്ങനെ വാങ്ങാൻ ഓർമ്മ കഴിഞ്ഞല്ല, എനിക്കൊരു ഓർമ്മ ഇല്ല അധികം. പിന്നെ അവൾ യൂണിഫോമൊക്കെ അഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഇതാ വന്നു കേട്ടോ. കുളി കഴിഞ്ഞു. തല നനച്ചില്ല, കാരണം നാളെ സാറ്റർഡേ അല്ലേ, അപ്പോൾ തല നനച്ചില്ല കേട്ടോ. നാളെ എണ്ണയിൽ കുളിപ്പിക്കാൻ വിചാരിച്ചു. ഇന്ന് മോര് കൂട്ടാനും ചോറും. അവളോട് ഞാൻ പറഞ്ഞു ചിക്കൻ വറുത്തതാന്ന് പറഞ്ഞു, കോളിഫ്ലവർ വറുത്തതാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കോളിഫ്ലവർ ഇങ്ങനെ വറക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുകയായിരുന്നു കേട്ടോ. ചൂടുവെള്ളം കുടിച്ച്, ഇപ്പോൾ ചൂടാണ് എന്നാലും ഞാൻ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കാരണം തൊണ്ടയ്ക്കൊക്കെ സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അവിടെ ഓരോ കുരുത്തക്കേടുകളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, പൈപ്പ് ഇതാക്കുക, മിറ്റൊക്കെ ഇങ്ങനെ ആ കുതിര കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ഓരോന്ന് കാട്ടലാണ് കേട്ടോ അവിടെ അവൻ്റെ പണി. ഒരുവിധം എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും, കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഒരു കുട്ടിയുടെ വീടായ എങ്ങനെ, അപ്പോൾ പല കുട്ടികളായ എങ്ങനെ ആയിരിക്കും. അവിടെ പണിക്കാരുണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിൽ. അവർ ഈ പേരയ്ക്ക പൊട്ടിക്കായിരുന്നേ. പിന്നെ ചൂട് കാരണം അറിയില്ല, എല്ലാവരും ഷർട്ടൂരിയിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോകുമ്പോൾ അവൻ എന്നും ഇങ്ങനെ നിൽക്കും കേട്ടോ, ഏത് ഓട്ടോറിക്ഷ പോകുമ്പോഴും. അപ്പോൾ അമ്മ അതാ പേരയ്ക്ക കൊണ്ടുവരുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എന്താ വരവ് കേട്ടോ, സന്തോഷത്തിലുള്ള വരവ്. പേരയ്ക്ക കണ്ടപ്പോൾ ഞങ്ങൾ ആക്രാന്തം കൊണ്ട് തിന്നു. അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പണിക്കാർ. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. മുന്നത്തെ പണിക്കാർ പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു. ഇത് എവിടുത്തെ ചെക്കന്മാരോ അങ്ങനെ ഒന്നും അറിയില്ല, നമുക്ക് പരിചയമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ പേടിയാണ്. ഇപ്പോഴത്തെ കാലം നിങ്ങൾക്കറിയില്ലേ, ഓരോരോ ന്യൂസ് വരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ആരേനും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ പേരയ്ക്ക് ഇത്രയും കിട്ടിയതിൽ ഏതെങ്കിലും ഒരു പേരയ്ക്കയിൽ പുഴുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളിതാ ഫുഡൊക്കെ കഴിച്ച് വന്നത് പേരയ്ക്ക് തിന്നാണ് കേട്ടോ രണ്ടാളും. അപ്പോൾ അവൾ പേരയ്ക്കയിലെ കുരു അങ്ങോട്ട് കളയും. അപ്പോൾ അവൻ അപ്പൂപ്പനെ കണ്ടിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പൂപ്പനോട് എന്നൊരു കുശലം പറയലൊക്കെ ഉണ്ട്. പിന്നെ എക്സാമായി അവർക്ക് 13-ാം തീയതി ടു 22-ാം തീയതിയാണ് പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പഠിത്തത്തിലാണ് കേട്ടോ അവൾ. വന്ന ഉടനെ കുളിച്ച ഉടനെ തന്നെ പഠിക്കായിരുന്നു. ഞാൻ പറഞ്ഞു കളിച്ചിട്ടൊക്കെ മതിയെന്ന്. അപ്പോൾ കഴിഞ്ഞല്ലോ പറഞ്ഞിരിക്കുക കേട്ടോ, കാരണം ഒരുപാട് പഠിക്കാണ്ട്. CBSE ആയാലുള്ള ബുദ്ധിമുട്ട് അറിയാലോ, ഭയങ്കരമായിട്ട് പഠിക്കാണ്ട്. എസ്സേ പോലെയൊക്കെ ആയിരിക്കും 3-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കാൻ, അതാണ് പറയുന്നത്. പിന്നെ അവൾ ഓരോന്ന് എഴുതി പഠിക്കട്ടെ. അവൾ പേനോണ്ടാണ് എഴുതി പഠിക്കുന്നത്. അവളുടെ ഹാൻഡ് റൈറ്റിംഗ് പറയാതിരിക്കാൻ വയ്യ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ അവളുടെ. നല്ല കേഴ്സീവിലൊക്കെ എഴുതും, അവർക്ക് അങ്ങനെയാണല്ലോ, കേഴ്സീവിൽ എഴുതാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വേദു എന്താ കാണിക്കുന്നത് വെച്ചാൽ ഈ ചെടികളിലൊക്കെ നനയ്ക്കുകയാണ് കേട്ടോ. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഏതായാലും വെറുതെ വെള്ളം കളയണം എന്തിനാ, എന്നും അവൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ
ഈ പൈപ്പ് കേടുവന്നിരുന്നാൽ മതിയായിരുന്നു, അനച്ചിട്ട് അവിടെയൊക്കെ ചളി പെളിയാക്കി വെള്ളമൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഏതായാലും ഈ വെള്ളം വെറുതെ കളയില്ല, ചെടികൾക്കൊക്കെ നനച്ചോ, അതുപോലെ തന്നെ കറ്റാർ വാഴയ്ക്കൊക്കെ നനച്ചോ പറഞ്ഞപ്പോൾ അനുസരണമുള്ള കുട്ടി കേട്ടോ. ചെടികൾക്ക് മാത്രം വെള്ളം പോകണില്ല, ബാക്കി എല്ലാ തിണ്ണയ്ക്കൊക്കെ വെള്ളം പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. കറ്റാർ വാഴ ഒരു വീട്ടിലുണ്ടാവണം നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. മുഖത്തിനും അതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുടിയഴകിനും ഏറ്റവും ബെസ്റ്റാണല്ലോ കറ്റാർ വാഴ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മിഠായി തിന്നുകയായിരുന്നു. ഞാനൊരു പാക്കറ്റ് മിഠായി വാങ്ങി വയ്ക്കും ഞങ്ങളിവിടെ. കാരണം എപ്പോഴും ഈ ഡയറി മിൽക്ക് വാങ്ങുന്നത് നന്നല്ല. അപ്പോൾ ഇത് ഇടയ്ക്ക് ഓരോന്നെടുത്ത് കഴിക്കും. ഇടയ്ക്ക് പറഞ്ഞാൽ ഒരു ദിവസം അങ്ങനെ ഇടായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 എടുത്തു, അതുപോലെ അവളും 2 എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 6 മണി 6:30 ആയപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. വെയിലൊന്നും കഴിക്കിയിട്ടില്ല, കാരണം കുറച്ചും കൂടി വൈകിട്ടേ കഴുകുള്ളൂ. അപ്പോൾ ഒരു പട്ടിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് കേട്ടോ. എന്നാലും ചൂടിനൊരു കുറവില്ല ഗൈസ്. ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചു, തലോണൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോൾ അമ്മ പറയണേ എന്തിപ്പോൾ തലോണം ഇങ്ങനെയാണ് വെക്കുക, ശരിക്കും വെക്കുക പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അതാണ് ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഇവരുടെ കലാപരിപാടിയാണ് ഗൈസ്. കുളിക്കലും മേലേകലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനും ചേച്ചിയും അനിയനും കൂടിയിട്ട് തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ വന്നാൽ അവൻ്റെ ടൈം ഭയങ്കരമായിട്ട് അവൻ കളിക്കും അവൻ്റെ കൂടെ. ചില സമയം കാർട്ടൂണൊക്കെ കാണും കേട്ടോ. അത് കഴിഞ്ഞാൽ കുറേ നേരം അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ അത് അവൾ പോയാലാണ് അവൻ ആകെ മൂഡ് ഓഫ്. അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ നല്ല എനർജറ്റിക് ആയിട്ട് കളിച്ചോളൂ കേട്ടോ അവളുടെ കൂടെ. അപ്പോൾ എപ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ചേച്ചിയും അനിയൻകുട്ടനും ഭയങ്കര കളിയാണേ. കുറച്ചപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു എടി ഒരു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഒരു ബായ് പറയടി പറഞ്ഞപ്പോൾ സമയമില്ല എന്ന് പോലും. എന്താ അല്ലേ. അപ്പോൾ സമയം ഇപ്പോൾ 8:30 ആവണം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ ഉറക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ ഗൈസ്. അപ്പോൾ ബൈ, ഹാവ് എ നൈസ് ഡേ.